ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്യൂട്ടീസും നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് റീജിയണൽ പീസ് ആൻഡ് ഹാർമണി എന്ന് പറയുന്നത്. അതായത് രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കണം എന്നുള്ള ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ഇന്ത്യ എന്നൊരു സ്ഥലത്ത് മുഴുവനായിട്ടും പീസ്, സമാധാനം ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം. എന്നാൽ ഈയിടെയായിട്ട് ആ ഒരു കാര്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സമാധാനം, രാജ്യത്തെ സമാധാനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അത് നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തളിക്കോട്ടയിൽ, കർണാടകയിലെ ഒരു സിറ്റി ആയിട്ടുള്ള തളിക്കോട്ടയിലെ ഒരു പബ്ലിക് സ്കൂളിൽ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോസ്, പെയിന്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സുൽത്താന്റെ ഫോട്ടോസ്, പെയിന്റിങ്സും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഫോട്ടോസും പെയിന്റിങ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അംബേദ്കറിന്റെതും അതുപോലെ തന്നെ ടിപ്പു സുൽത്താന്റെയും മാത്രം അവരുടെ ആ പെയിന്റിങ്സിന്റെ മുകളിൽ മാത്രം ചളി മണ്ണ് എറിഞ്ഞിരിക്കുകയാണ്. അതൊരു റീജിയണൽ ഇംബാലൻസസ്, ടെൻഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ജയ് ശ്രീറാം എന്നൊരു കാര്യം. എന്നാൽ ഞാനടക്കം ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും, അവർ ചെയ്തിട്ട് അവർ തന്നെ എഴുതി വെക്കുമോ എന്നുള്ള കാര്യം. അത് എനിക്കും ആദ്യം ഡൗട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഈ റോഡിലൂട്ടൊക്കെ നടന്നിട്ട് പോകുന്നവരെ പിടിച്ചു വെച്ചിട്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ട് അത് വീഡിയോ ആക്കിയിട്ട് അത് വൈറൽ ആക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവർ ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് അവർ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ അത് ആരാ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്താനായിട്ടില്ല. പോലീസ് കേസെടുത്തിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ള ഒരു ഇൻസിഡന്റ് ആണ് മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് നടന്നിട്ടുള്ളത്. മഹാകുംഭമേള നമുക്കറിയാം, ഹിന്ദുസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ്. അത് അത്രയും പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഏത് മതമാവട്ടെ, എല്ലാ മതത്തിനും അവരുടെ ഫെസ്റ്റിവൽസ് പവിത്രവും അത് അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. എന്നാൽ അവിടെ പോയിട്ട് സെക്യുലറിസം പഠിപ്പിക്കാൻ നിന്നതിനാൽ എന്തായിരിക്കും അവസ്ഥ? മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതിന്റെ ആവശ്യം എന്താണ്? അതിപ്പം മഹാകുംഭമേള അല്ല, വേറെ ഏത് പരിപാടി നടക്കുമ്പോഴും ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സെക്യുലറിസത്തെ കുറിച്ച്, ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ച് പഠിപ്പിക്കണ്ട എന്നല്ല, അത് പഠിപ്പിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, അതും അത്രയും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, ഒരു റിലീജിയന്റെ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്യുലറിസം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ? അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ചെയ്ത പോലെയല്ല ഉള്ളത്. അല്ലാതെ നോർമൽ കേസിൽ അവർ പഠിപ്പിച്ചോട്ടെ, സെക്യുലറിസം പഠിപ്പിച്ചോട്ടെ, പ്രശ്നമല്ല. പക്ഷെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ അവിടെ പോയിട്ട് സെക്യുലറിസം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. പിന്നെയുള്ള ഒരു പ്രശ്നമാണ്, അത് നടന്നിട്ടുള്ളത് മൈസൂറിലാണ്. ഖുർആൻ പീസസ് ആക്കി അത് ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ പ്രോഫിറ്റ് മുഹമ്മദിന്റെ കുറച്ച് ആനിമേറ്റഡ് ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് കേസെടുത്തു. കമ്മ്യൂണൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതല്ല, ഇതൊക്കെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എല്ലാ മതത്തിനും, അത് ഇസ്ലാം ആവട്ടെ, ഇസ്ലാമിന്റെ ഖുർആൻ ആവട്ടെ, അല്ലെങ്കിൽ ബൈബിൾ ആവട്ടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയോ രാമായണമോ എന്തുമാവട്ടെ, എല്ലാ മതസ്ഥർക്കും ആ മതത്തിന്റെ ഗ്രന്ഥം എന്താണോ അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഗ്രന്ഥം മാത്രമല്ല, ഓരോ മതത്തിന്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആ ഒരു മതത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെന്തിനാണ് മറ്റു മതസ്ഥരെടുത്തിട്ട് അവഹേളിക്കേണ്ട ആവശ്യം? പ്രശ്നമുണ്ടാക്കാനല്ലാണ്ട് വേറെ എന്തിനെങ്കിലും ഉണ്ടോ? എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ അത് വിശ്വസിക്കേണ്ട. അതായത് നമ്മളുടെ മതം ഏതാണോ അതിൽ നമ്മൾ വിശ്വസിക്കുക, മറ്റു മതത്തെ വിശ്വസിക്കേണ്ട. അതേപോലെ തന്നെ അതിലും പറയാതിരുന്നൂടെ? മറ്റു മതത്തെ വിശ്വസിക്കേണ്ട, എന്നാൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാ കാര്യങ്ങളും ബഹുമാനിച്ചൂടെ? ഫോളോ ചെയ്യേണ്ട ആ ഒരു മതത്തെ. നമ്മളെ മതം നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും. പക്ഷെങ്കിൽ മറ്റു മതത്തെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രശ്നങ്ങൾ കുറ്റം പറയുമ്പോഴാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ പോവുക. അതുപോലെ തന്നെയാണ് ഒരുപാട് പോസ്റ്റേഴ്സ് കാണാറുണ്ട്. 2025 ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവും, അല്ലെങ്കിൽ 2026 ഹിന്ദു രാഷ്ട്രമാവും, 2030 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് കാണാറുണ്ട്. ഇത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം എന്നൊരു കാര്യമുണ്ട്.
നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു വേർഡിക്റ്റ് ഉണ്ടായിരുന്നു, കേശവാനന്ദ ഭാരതി കേസ്. ആ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സ് ഒരു കാരണവശാലും, അതായത് ഇന്ത്യയിലെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിക്ക് പോലും മാറ്റാൻ പറ്റില്ല. അതായത് ഇന്ത്യൻ പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാറുണ്ട്, എന്നാൽ ഈ ഒരു കാര്യങ്ങൾ, ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ അമെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്യുലറിസം എന്നൊരു കാര്യം. ഇന്ത്യൻ സെക്യുലറിസം ഒരിക്കലും അമെൻഡ് ചെയ്യാൻ പറ്റില്ല, അമെൻഡ് ചെയ്തിട്ട് മാറ്റാൻ പറ്റില്ല പാർലമെന്റിന്. അതുകൊണ്ട് തന്നെ ഹിന്ദു രാഷ്ട്രമാകും എന്നൊരു കാര്യം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ പേരിലും പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. കാരണം അങ്ങനെ കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളിൽ ഒഴിവാക്കുക, എല്ലാവരും പീസ്ഫുൾ ആയിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് എത്തിസ്റ്റ്, അതായത് ഒരു മതത്തിലും വിശ്വസിക്കാത്തവർ. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതേ അവകാശവും സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്ക്, അതായത് മതങ്ങൾ വിശ്വസിക്കുന്ന അവർക്കും ഉണ്ട് എന്നുള്ള കാര്യം ഇവർ മറക്കാതിരിക്കുക. കാരണം ഇവരുടെ ഒരുപാട് പോസ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഓരോ റിലീജിയനെ അല്ലെങ്കിൽ ഓരോ മതം വിശ്വസിക്കുന്ന അവരെ കളിയാക്കിയിട്ടുള്ള ഒരുപാട് ട്രോള് പോലത്തെ ഒരുപാട് പോസ്റ്റേഴ്സ് കാണാറുണ്ട്. അവരും മറക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യവും അവകാശവും മറ്റു മതങ്ങൾ വിശ്വസിക്കുന്ന അവർക്കും ഉണ്ടെന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനെയും റെസ്പെക്ട് ചെയ്യുക. അവര് മതം ഫോളോ ചെയ്യുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യണമെന്നല്ല. എന്നാൽ അവരുടെ മതം ഏത് മതവും ആവട്ടെ, അത് ഹിന്ദുയിസം ആവട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം ആവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആവട്ടെ, ഏത് മതവും ആവട്ടെ, ആ മതത്തെ ബഹുമാനിക്കുക. അത് വിശ്വസിക്കാൻ നിൽക്കണ്ട. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെങ്കിൽ അതിനെ കളിയാക്കാതിരിക്കുക, അതിനെ അവഹേളിക്കാതിരിക്കുക. ആ ഒരു കാര്യം നിങ്ങളും ചെയ്യുക. നമുക്കറിയാം, ഇന്ത്യയിൽ ഓരോ ദിവസം കഴിയുന്നതിന് ഓരോ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. അത് കുറക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകണം. നമുക്കറിയാം, ഇന്ത്യയിൽ വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരുപാട് മറ്റു പ്രശ്നങ്ങളുണ്ട്. അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ സർക്കാരിന്, ഗവൺമെന്റിന് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കുറയണം. എന്നാലേ അവർക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂ. എന്നാൽ മാത്രമേ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയാണ്. അവിടുന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് മാറിക്കഴിഞ്ഞാലേ നമ്മളുടെ എല്ലാവർക്കും അത്, ഓരോ ജനങ്ങളിലെ ഓരോ ആൾക്കാർക്കും അത് ഉപകാരമായിരിക്കും, ഗുണകരമായിരിക്കും. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അടക്കം എല്ലാ കാര്യങ്ങളിലും വലിയ തോതിലുള്ള ചേഞ്ചസ് വരും. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമേ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.